അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഹൈസ്കൂളിലെ 16 ആൺകുട്ടികളുടെ തലമുടിയാണ് ഇന്നലെ അധ്യാപിക മുറിച്ചത്. മുടി നീട്ടി വളർത്തുന്നത് അച്ചടക്ക ലംഘനമാണെന്നാണ് സ്കൂളിന്റെ നിലപാട്. ഇതനുസരിച്ചാണ് അധ്യാപിക തന്നെ നേരിട്ട് കുട്ടികളുടെ മുടി മുറിക്കാൻ മുന്നോട്ട് വന്നത്. എന്നാൽ രക്ഷിതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നതോടെ പ്രശ്നം വഷളായി. അധ്യാപികക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി സ്കൂളിലെത്തി. SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് രക്ഷിതാക്കൾ പിരിഞ്ഞുപോയത്. കുട്ടികളുടെ ഡിസിപ്ലിൻ, സ്കൂളിൻ്റെ ഡിസിപ്ലിനും കുട്ടികളുടെ വേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ ടീച്ചർ പോകുമെന്ന് ശരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതേസമയം അധ്യാപികയും കുട്ടികളും ചേർന്നാണ് മുടി മുറിച്ചതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അത് ഇത്ര പ്രശ്നമാകുമെന്ന് കരുതിയിരുന്നില്ല. കുട്ടികളാരും തന്നെ ചെയ്തത്, അവർ പരസ്പരം അങ്ങോട്ടും ചെയ്തതാണ്. അതിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രശ്നമായത് മുടി മുറിക്കാൻ വൈകിയതല്ലാതെ കുട്ടി മുടി നീട്ടി വളർത്താറില്ലെന്ന് രക്ഷിതാവ് പറഞ്ഞു. മുടി മുറിക്കുന്ന ജോലി അധ്യാപിക ഏറ്റെടുത്തതിലാണ് വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധം. മാനേജ്മെൻറ്റ് ഇന്നലെ രാത്രി പറഞ്ഞത് ഞങ്ങൾ അറിയാത്ത കാര്യമാണ്, ടീച്ചർ അസന്തുഷ്ടപ്രകാരമാണ് ഇത് ചെയ്തത്, തനിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ലോ വളർത്തി വരുന്ന കുട്ടികളെ മുടി വെട്ടി കളയണം എന്നുള്ള രീതിയിൽ ടീച്ചർ പറഞ്ഞായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് സ്കൂളിന് ഇന്നത്തേക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. മീഡിയ 1